ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ, അവരുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രീറ്റിംഗ് കാർഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ നമ്മുടെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ മതി. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് ബോണ്ട് പേപ്പറും സ്കെച്ചൊക്കെ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ആദ്യം വേണ്ടത് ബോണ്ട് പേപ്പറാണ്. അപ്പോൾ ഞാനതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബോണ്ട് പേപ്പർ വേണം, സ്കെച്ച് വേണം, സ്കെയിൽ വേണം, പെൻസിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഒരു ബുക്കും കൂടി എടുത്തിട്ടുണ്ട്, അതിന് മുകളിൽ വെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു ബോണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ആ ബോണ്ട് പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് വേണം ഫോൾഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ ആയി കിട്ടും. ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനിയാണ് നമ്മൾ ഈ ഗ്രീറ്റിംഗ് കാർഡ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ ചെയ്തിട്ട് വേണം നമുക്കത് കളർ ചെയ്ത് ഡാർക്ക് ആക്കാൻ. അപ്പോൾ ഫസ്റ്റ് പെൻസിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് മുകളിൽ ഒരു റൗണ്ടാണ് വരച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു പെട്ടിയുടെ അടപ്പ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ റൗണ്ടായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പെൻസിൽ കൊണ്ട് വട്ടം വരച്ചെടുക്കണം. ഇത് ഞാൻ പിന്നെ അടപ്പ് അവിടെ തന്നെ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നീല സ്കെച്ച് ഉപയോഗിച്ച് അതിൻ്റെ ചുറ്റും ഒന്നുകൂടെ വരയ്ക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ നിങ്ങൾക്കിത് കോമ്പസ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നീലയായിട്ട് ചുറ്റും വരച്ചെടുക്കുന്നുണ്ട്. ഇച്ചിരി ഡാർക്കായിട്ട് തന്നെ നമ്മളത് വരച്ചു കൊടുക്കണം. അപ്പോൾ വരയ്ക്കുന്നത് ഇതുപോലെ ഞാൻ ഇച്ചിരി ഡാർക്കായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് നമ്മളിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കണം. ഇതിനാണ് ഞാൻ ബ്ലാക്ക് പെൻ ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് പെൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ വര ഞാൻ 5 വരയാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ച 5 വരയുടെയും താഴെയായിട്ട് തന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 5 ഞാൻ ഒരേ സൈസിലല്ല വരച്ചത്, നടുക്കത്ത് മാത്രം നീണ്ടിട്ടും ബാക്കിയെല്ലാം ചെറുതാക്കിയിട്ടാണ് വരച്ചത്. അപ്പോൾ ഞാൻ സ്പീഡിലാണ് കേട്ടോ വെച്ചിട്ട് കാണിക്കുന്നത്. 2 ഹാർട്ട് വരയ്ക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ നീല സ്കെച്ച് ഉപയോഗിച്ചിട്ട് ആ 5 ഹാർട്ടിനും കളർ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഡാർക്ക് ബ്ലൂവോ അല്ലെങ്കിൽ നീലയോ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിങ്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്ത് കൊടുക്കാം. ഇനി മാച്ച് ആയിട്ടുള്ളത് അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനത് ഫോൾഡ് വെച്ചത് അല്ലാതെ ആക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ കളർ അടിക്കുമ്പോൾ അപ്പുറത്തും അതിൻ്റെ കളർ സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് നേരെ വെച്ചിട്ട് ആ 5 ഹാർട്ടും ഫുള്ളായിട്ട് കളറാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഫുള്ള് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് ബ്ലൂവും ഡാർക്ക് ബ്ലൂ കളറും വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേറെ കളർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, പിങ്കും റെഡും അങ്ങനെ ഒരു കോമ്പിനേഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ അങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡാർക്ക് ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ വരച്ച ഹാർട്ടിൻ്റെ ചുറ്റും ഔട്ട്ലൈനായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ അത് ഫുള്ള് ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും ബ്ലൂ സ്കെച്ച് തന്നെ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ആ വൈറ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഫുള്ള് ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതുപോലെ ഫുള്ളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സർക്കിളിൻ്റെ ചുറ്റും വീണ്ടും നമ്മൾ ഹേർട്ട് ഷേപ്പാണ് വരച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ 8 വരച്ചു കൊടുക്കുന്നത്. പെൻസിൽ കൊണ്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. ഇടയ്ക്ക് തെറ്റിപ്പോകുന്നത് റബ്ബറൊക്കെ എടുത്ത് തൂക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് 8 ഞാൻ അതിൽ വരച്ചിട്ടുണ്ട്. മുട്ടിച്ച് വരയ്ക്കേണ്ട, അടുപ്പിച്ച് വെച്ചാൽ മതി. ഇനി ഡാർക്ക് ബ്ലൂ കളറാണ് ഞാൻ ആ പുറത്തിട്ട് നമ്മൾ ആ ഹേർട്ട് വരച്ചതിനൊക്കെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ള് ബ്ലൂ ആയ രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഡാർക്ക് ബ്ലൂ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഫുൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ സർക്കിളിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു വിഷസ് എഴുതി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പെൻസിൽ കൊണ്ട് ഒരു വിഷസ് എഴുതിയിട്ട് അതിന് മുകളിൽ കൂടെ ബ്ലാക്ക് പെൻ കൊണ്ട് ഡാർക്കായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറിന്നോ ഹാപ്പി ബർത്ത്ഡേ എന്നോ ഇഷ്ടമുള്ള എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അകത്ത് ഞാൻ വിഷസ് എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ വിഷസ് എഴുതി എടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മൈ സ്വീറ്റ് ഫ്രണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊരു ബലൂണും കൂടെ വരച്ചിട്ടുണ്ട്. പിങ്ക് കളറാണ് കേട്ടോ ബലൂൺ കൊടുത്തത്. എല്ലാം നീല കളറായ ബോറാണ്. അപ്പോൾ ഞാൻ പിങ്ക് കളർ കൊടുത്തൊരു വെറൈറ്റിക്ക്. അപ്പോൾ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷസ് അകത്ത് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം.